ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഭരണാധികാരികളും ശുചീകരണ തൊഴിലാളികളും കിണഞ്ഞു ശ്രമിച്ചിട്ടും നീക്കാൻ കഴിയാത്തത്ര മാലിന്യ കൂമ്പാരമാണ് നഗരത്തിൽ പലയിടത്തും. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ മഹത്വം ഇനി എല്ലാവർക്കും മനസ്സിലാകും. മഴയിൽ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന തെരുവോരങ്ങളെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടി വരിക. ശുചീകരണ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. തൊഴിലാളികളെ താൽക്കാലിക ജീവനക്കാരെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ ഖരമാലിന്യ ശുചീകരണ വിഭാഗം പ്രക്ഷോഭത്തിൽ. തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. നവകേരള സൃഷ്ടിക്കായി കുട്ടികളോട് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. സ്കൂളുകളിൽ മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചു. സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. ആവശ്യമുന്നയിച്ച് സിവിൽ സ്റ്റേഷൻ മാർച്ച്. റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരണത്തിനെതിരെ 5 ലക്ഷം പേർ ഒപ്പിട്ട ഭീമ ഹർജി. റെയിൽവേ സ്റ്റേഷൻ സമരസമിതി നേതൃത്വത്തിൽ ഒപ്പുശേഖരണം. വിശദമായ വാർത്തകളിലേക്ക്. നവകേരള സൃഷ്ടിക്കായുള്ള മുഖ്യമന്ത്രിയുടെ സന്ദേശം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ വായിച്ചു. ജില്ലാതല പരിപാടി കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നവകേരള സൃഷ്ടിക്കായുള്ള വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദേശം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ വായിച്ചു. ജില്ലാതല പരിപാടി കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള നെയിം സ്ലിപ്പുകളുടെ വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച നമ്മുടെ കേരളത്തെ കൂടുതൽ സുന്ദരമാക്കിയാൽ എങ്ങനെയായിരിക്കും? അതിനായി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കൂടുതൽ പ്രാണവായുവും മഴയും ലഭിക്കും, ചൂട് കുറയും, ഓസോൺ പാളിക്ക് സംരക്ഷണമാകും, പക്ഷികൾക്ക് കൂടുകൂട്ടാൻ ഇടമാകും, പ്ലാസ്റ്റിക് ഉപയോഗം നമുക്ക് കുറയ്ക്കാം, കുപ്പികൾ, കവറുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയവ നമുക്ക് വലിച്ചെറിയാതിരിക്കാം. അവ പ്രകൃതിക്ക് ദോഷം ചെയ്യും. മറ്റു മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമുക്ക് വൃത്തിയുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിക്കാം. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിന് ലക്ഷ്യമിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം. കാടും മലയും പുഴയും വയലും കായലും അറബിക്കടലും ചേർന്ന് അനുഗ്രഹിച്ച കേരളത്തെ കൂടുതൽ സുന്ദരമാക്കാൻ വിദ്യാർത്ഥികളുടെ നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയാണ് മുഖ്യമന്ത്രി. പ്രാണവായുവും ജലവും കൂടുതൽ ലഭിക്കാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിയാതിരിക്കുന്നതിനും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ പച്ചക്കറികളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാവുന്നതിനും ജലസ്രോതസ്സുകൾ വരും തലമുറയ്ക്ക് വേണ്ടി കരുതിവെക്കുന്നതിനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ മികച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തെരഞ്ഞെടുത്ത് സമ്മാനങ്ങളും നൽകും. ജില്ലാതല പരിപാടിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ,
PTA പ്രസിഡന്റ് C. സജീവ്, സിന്ധു ശ്രീകുമാർ, മുരളി മോഹൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, SSA കോർഡിനേറ്റർ M. ജയകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുമേഖലകൾ ദിനംപ്രതി സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് PKS ജില്ലാ സെക്രട്ടറി E. രമേശ് ബാബു പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂസ്വാമിമാരും അനധികൃതമായി കണ്ടെത്താൻ ആത്മഹത്യയില്ലാത്തവർക്ക് വീട് നൽകുക, വീടിനുള്ള ധനസഹായം 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി ഏറെ പ്രാധാന്യമുള്ള മുദ്രാവാക്യം നടത്തിക്കൊണ്ട് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും തൊഴിലും വിദ്യാഭ്യാസ ആനുകൂല്യവും വർദ്ധിപ്പിക്കുക, സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പട്ടികജാതി വികസന സമിതിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ച് PKS ജില്ലാ സെക്രട്ടറി E. രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലകൾ ഓരോ ദിവസവും സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിലും സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കുന്ന സർക്കാർ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. അത്തരം ചെയ്തികളെല്ലാം മാറ്റിവെച്ച് ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു എങ്കിൽ പട്ടികജാതിക്കാരന്റെ വ്യക്താക്കളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പട്ടികജാതിക്കാരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു എന്ന് അമിത്ഷായെ പോലുള്ള ആളുകൾ ധീരപ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾ തയ്യാറുണ്ടോ? പട്ടികജാതിക്കാരന് വേണ്ടി ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തി അവന്റെ വേദന പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഞങ്ങൾ ചോദിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പറയാനുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് പൊതുമേഖലയിൽ സംവരണം നൽകുന്നത് പോലെ തന്നെ സ്വകാര്യ മേഖലയിലും സംവരണം നൽകാൻ ആവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിക്കാൻ ഈ കേരളത്തിന് കഴിയണം. അങ്ങനെ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാർച്ചിൽ പുരുഷൻ കടലുണ്ടി MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഭരദ്രാജ്, P. ശ്യാംകുമാർ, PM ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, വിശേഷിച്ച് പട്ടികജാതി. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളെ താൽക്കാലിക തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഖരമാലിന്യ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PP പ്രേമ ഉദ്ഘാടനം ചെയ്തു. 15 വർഷമായി കോഴിക്കോട് കോർപ്പറേഷനു വേണ്ടി ശുചീകരണ തൊഴിൽ എടുക്കുന്നവരാണ് സമരത്തിലേക്ക് നീങ്ങിയത്. 400ഓളം തൊഴിലാളികളാണ് ഇപ്പോൾ ശുചീകരണ ജോലി ചെയ്തു വരുന്നത്. ഇവരെ താൽക്കാലിക ജീവനക്കാരെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. 14 വർഷം മുൻപ് താൽക്കാലികക്കാരായി നിയമിക്കുമെന്ന് ഇവർക്ക് നൽകിയ വാഗ്ദാനം ഇതേവരെ നിറവേറ്റപ്പെട്ടിട്ടില്ല. 700ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 400 പേരെ തൊഴിൽ തുടരുന്നുള്ളൂ. മാറാരോഗികളാണ് മറ്റുള്ളവർ. ഇത്രയും കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചും ജോലിയിൽ തുടരാൻ കഴിയില്ലെന്നും അധികൃതർ മനസ്സുവെച്ചാൽ നിഷ്പ്രയാസം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ തങ്ങൾക്കുള്ളൂ എന്നും ഖരമാലിന്യ തൊഴിലാളി യൂണിയൻ CITU യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരിജ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ ഇത്രയും 300 ചില്ലാൻ തൊഴിലാളികൾക്കും താൽക്കാലിക തൊഴിലാളികളായിട്ട് ഒരു തൊഴിൽ തരണം. കാരണം 75 വാർഡുകളില്ലേ, 55 വാർഡിൽ നിന്ന് ബാക്കി വാർഡുകളും കൂടി കൂട്ടിച്ചേർത്തില്ലേ. അപ്പോൾ 75 വാർഡുകൾ ഒരു 10 ആളുകൾ എടുത്താൽ തന്നെ ഞങ്ങൾ ഈ 350 ആളുകളെ പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഗവൺമെൻറ് ഈ നിമിഷം വിചാരിച്ചാൽ ഞങ്ങളെ പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ തീർക്കുന്നില്ലെങ്കിൽ തീർക്കുന്നവരെ ഞങ്ങൾ സമരത്തിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. താൽക്കാലികക്കാർക്ക് സ്ഥിരം തൊഴിലാളികളുടെ വേതനം നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക, മഴക്കാല തൊഴിൽ സുരക്ഷിതത്വ ഉപകരണങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, ഇൻഷുറൻസ് നടപ്പിലാക്കുക, ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുക, ശുചീകരണ രംഗത്തുള്ള മാറ്റങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്ക് പകരം തൊഴിൽ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചത്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടന അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PP പ്രേമ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ഗിരിജ, ജനറൽ സെക്രട്ടറി മുകുന്ദൻ, ജ്യോതി, മലർ, സുമ, ബിന്ദു, വൈസ് പ്രസിഡന്റ് അംബിക, ട്രഷറർ ബാബിത, ശ്യാമള, അനിഷ, ഷീജ എന്നിവർ നേതൃത്വം നൽകി. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കുടുംബസമേതം സമരത്തിനിറങ്ങാനാണ് തൊഴിലാളികളുടെ തീരുമാനം. റെയിൽവേ സ്റ്റേഷനിലെ 4.39 ഏക്കർ അനുബന്ധ ഭൂമിയും വിൽക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരിക്കുന്നതിന് എതിരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ 5 ലക്ഷം പേർ ഒപ്പിട്ട ഭീമ ഹർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നതിനായി ഒപ്പുശേഖരണം നടത്തി. ഭൂമി കയ്യേറ്റം റെയിൽവേ സ്റ്റേഷന്റെ ഭാവി വികസനം അസാധ്യമാക്കും. റെയിൽവേ സ്റ്റേഷന്റെ 4.39 ഏക്കർ അനുബന്ധ ഭൂമിയും വിൽക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. സ്വകാര്യവൽക്കരണം യാത്രക്കാർക്കുള്ള സേവനങ്ങൾ
ചിലവേറിയതാക്കും, റെയിൽവേ സ്റ്റേഷൻ പൊതുമേഖലയിൽ നിലനിർത്തി വികസിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ റെയിൽവേ സ്റ്റേഷൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തിയത്. 5 ലക്ഷത്തോളം പേർ ഒപ്പിട്ട ഭീമഹർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നതാണ് സമരസമിതിയുടെ ലക്ഷ്യം. റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഉള്ള ചാർജുകൾ, അതുപോലെ വിവിധ പ്രൈവറ്റ് കമ്പനികൾ ട്രെയിൻ ഓടിക്കുമ്പോൾ അവർ വിവേചനരഹിതമായി അവർക്ക് വണ്ടികളുടെ സമയവും മറ്റും നിശ്ചയിക്കുന്നതിനുള്ള അധികാരത്തോടുകൂടി ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയെ നിയമിക്കാൻ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് കോഴിക്കോട്, ചെന്നൈയും ഉൾപ്പെടെ ഏതാണ്ട് 400ഓളം സ്റ്റേഷനുകൾ, A1, A കാറ്റഗറിയിൽപ്പെട്ട സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് സതേൺ റെയിൽവേയിൽ കോഴിക്കോടും ചെന്നൈയുമാണ്. വാർത്തകളിൽ ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിനിടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഓമഞ്ചിയുടെ മുകളിൽ മാവ് മുത്തശ്ശി വീണു. മാനാഞ്ചിറ അൻസാരി പാർക്കിലെ വർഷങ്ങൾ പ്രായമുള്ള മാവാണ് വീണത്. SKയുടെ തെരുവിന്റെ കഥയിലെ പ്രധാന കഥാപാത്രത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഓമഞ്ചിയുടെ ശില്പമാണ് പൂർണ്ണമായും തകർന്നത്. രാവിലെ ആയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുന്നവർ ഈ മാവിന് താഴെയാണ് വിശ്രമിക്കാറ്. മാനാഞ്ചിറ അൻസാരി പാർക്കിലെ മാവ് മുറിഞ്ഞു വീണ് ശില്പങ്ങൾ തകർന്നു. ജ്ഞാനപീഠം ജേതാവ് SK പൊറ്റക്കാടിന്റെ കഥയിലെ കഥാപാത്രമായ ഓമാഞ്ചി ശില്പമാണ് തകർന്നത്. 100 വർഷമെങ്കിലും പ്രായമുള്ള ഈ മാവ് അപകടാവസ്ഥയിലായിരുന്നു. ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു മാവും അപകടാവസ്ഥയിലാണ്. ഇതിനു താഴെയാണ് P. വത്സലയുടെ നെല്ലിലെ കഥാപാത്രങ്ങളുള്ളത്. ഓമഞ്ചിയുടെ കാലംകുടയും പൂർണ്ണമായും തകർന്നു. രാവിലെ ആയതിനാൽ ആളപായമില്ല. ഈ മാവുകൾക്ക് താഴെയാണ് ഇവിടെ എത്തുന്നവർ വിശ്രമിക്കുന്നത്. പാർക്ക് തുറക്കുന്ന സമയങ്ങളിൽ ഇവിടുത്തെ ജീവനക്കാർ മാവിന്റെ അപകടാവസ്ഥ ഇവരെ ബോധ്യപ്പെടുത്താറുണ്ട്. അപകടാവസ്ഥയിലുള്ള മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് എമറാൾഡ് മാളിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി കലക്ടർ ജനിൽ കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് മാവൂർ റോഡ് എമറാൾഡ് മാളിൽ വെച്ച് കോഴിക്കോട് ഷോറൂമിന്റെ പരിധിയിൽ വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഡെപ്യൂട്ടി കലക്ടർ ജനിൽ കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു ശതമാനം
പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ചു. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും മറ്റും നടന്നു വരുന്ന ഒരു വേളയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സമാന ചിന്താഗതിയും സമാന മനസ്സുമുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നു വരുന്നത്. Number 4 and 5 Sati. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് സൗത്ത് റീജിയണൽ മാനേജർ ഗോകുൽ ദാസ് അധ്യക്ഷനായിരുന്നു. മാർക്കറ്റിംഗ് സോണൽ മാനേജർ നിഷാദ്, റീജിയണൽ മാനേജർ മഹേഷ്, കോഴിക്കോട് ബ്രാഞ്ച് മാനേജർമാരായ ഗിൽസൺ, ഷിജു, ADM HR എൽദോസ്, റീജിയണൽ മാനേജർമാരായ പ്രജീഷ്, ബഷീർ, മാർക്കറ്റിംഗ് മാനേജർമാരായ അഖിൽ ചന്ദ്, ജിനൂബ് എന്നിവർ പങ്കെടുത്തു. ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് വർഷം തോറും നടത്തിവരാറുള്ള സ്കോളർഷിപ്പ് വിതരണം ഇതിനോടകം കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളുടെ കീഴിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാകമാനം 5000-ഓളം കുട്ടികൾക്കാണ് ഇത്തരത്തിൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നത്. മുന്തിരിത്തൈ നമ്മുടെ നാട്ടിലും വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പൂക്കണ്ടി കരുണൻ. 2 വർഷം മുൻപ് നട്ട തൈ ഇപ്പോൾ വളർന്ന് പന്തലിച്ച് കായ്ച്ച് വിളവെടുക്കാൻ പാകത്തിലെത്തി നിൽക്കുകയാണ്. കീടനാശിനി പ്രയോഗമില്ലാതെ തനി ജൈവവളങ്ങളാണ് ഇതിനായി കരുണൻ ഒരുക്കിയിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന മുന്തിരിവള്ളികൾ, കുലകളായി കാഴ്ച നിൽക്കുന്ന മുന്തിരികൾ. കൊയിലാണ്ടി പൊയിൽക്കാവിലെ പൂക്കണ്ടി കരുണാകരന്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നമ്മുടെ നാട്ടിൽ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് മുന്തിരിവള്ളികൾ പൂക്കുകയും അത് മുന്തിരിയാകുന്നതും. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വള്ളികൾ തളർത്ത് പൂത്തുലഞ്ഞത്. 2 വർഷം മുൻപ് കൊയിലാണ്ടിയിലെ ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങിയ മുന്തിരിത്തൈ കഴിഞ്ഞ മാസത്തോടെയാണ് വിളഞ്ഞു തുടങ്ങിയത്. കീടനാശിനികളൊന്നും തളിക്കാതെ ജൈവവളവും കരുണന്റെ പരിചരണവും മാത്രമാണ് വള്ളികൾക്ക് ആശ്രയം. വീടിന്റെ മുൻവശത്ത് ചെറിയ തറയാക്കി ഉയർത്തിയാണ് ചെടിയെ സംരക്ഷിക്കുന്നത്. 1.5 മീറ്ററോളം ഉയരത്തിൽ പന്തൽ നിർമ്മിച്ച് വള്ളികളെ ചുറ്റുപാടും പടർത്തിയിരിക്കുന്നു. ഏകദേശം 50ഓളം മുന്തിരിക്കുലകളാണ് ഉള്ളത്. ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മത്സ്യവും ഇറച്ചിയും കഴുകുന്ന വെള്ളവും എന്നിവയാണ് മുന്തിരിച്ചെടിക്ക് നൽകുന്ന പ്രധാന വളങ്ങൾ. വള്ളി പടർന്നു വരുമ്പോൾ നമ്മൾ 3 മുട്ടിന് വെച്ചിട്ട് തല നുള്ളിക്കളയണം. കബാത്ത് ചെയ്യണത്. കബാത്ത് ചെയ്തെങ്കിലേ പൊട്ടിപ്പടർന്ന് വരുള്ളൂ. ഒരു വള്ളി ശരിക്കും 1 സെൻറ്റ് സ്ഥലത്ത് പടർന്ന് പന്തലിക്കുമെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് പടർന്ന് പന്തലിക്കുമ്പോൾ അതിൻ്റെ ഇല കംപ്ലീറ്റ് നമ്മൾ നുള്ളിക്കളയണം എന്നാണ് പറയുന്നത്. ഇല കംപ്ലീറ്റ് നുള്ളിക്കളഞ്ഞാൽ 15 ദിവസം കഴിയുമ്പം കായ്ച്ച് തളിർത്ത് പൂവിടും. വേനലോടുകൂടിയാണ് മുന്തിരി കായ്ക്കാൻ തുടങ്ങുന്നത്. മഴക്കാലത്താണ് കായ്കൾ പാകമായത്. മുന്തിരി പച്ചയിൽ നിന്ന് മെറൂൺ നിറത്തിലേക്കും റോസ് നിറത്തിലേക്കും മാറുന്നതോടെ മധുരം വയ്ക്കും. മൂപ്പെത്തിയ വള്ളികൾ മുറിച്ചു നട്ടാണ് മുന്തിരിയുടെ തൈകൾ ഉണ്ടാക്കുന്നത്. പരീക്ഷണം വിജയമായതോടെ ഇനി വീടിന് ചുറ്റും മുന്തിരി കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് കരുണൻ. പരമ്പരാഗത കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിലെ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്തത്. കബഡി പോലുള്ള പരമ്പരാഗത കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാവണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം കായിക വിനോദങ്ങളുടെ ജനപ്രിയത നഷ്ടപ്പെടുത്തരുതെന്നും ബാലുശ്ശേരിക്കടുത്ത് കിനാരൂരിൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിലെ സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയം വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്പോർട്സ് ജീവിത രീതിയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. Congress to all sport lovers on the inauguration of the synthetic track in USA School of Athletics. This track is an important landmark in the development of USA School and will provide modern facilities to the trainees. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രി വിജയ് ഗോയൽ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. കായിക മന്ത്രി AC മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. MK രാഘവൻ MP, MLA-മാരായ പുരുഷൻ കടലുണ്ടി, O രാജഗോപാൽ, സായി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ G കിഷോർ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TP ദാസൻ, KSIDC MD M ബീന, സെക്രട്ടറി സഞ്ജയ് കുമാർ, ഉഷ സ്കൂൾ സെക്രട്ടറി അജനചന്ദ്രൻ, PT ഉഷ, ഇസ്മായിൽ കുറുമ്പേൽ എന്നിവർ സംസാരിച്ചു. പതഞ്ജലി യോഗ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 18 യോഗായനം പരിപാടി സംഘടിപ്പിക്കും. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന യോഗായനം A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും.
അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പതഞ്ജലി യോഗാ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 18 ഞായറാഴ്ച മാനഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ച് യോഗായനം പ്രോഗ്രാം നടത്തുന്നു. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് TP ദാസൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുക്കം നഗരസഭ ചെയർമാൻ V. കുഞ്ഞെ മാസ്റ്റർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും പതഞ്ജലി യോഗാ കേന്ദ്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യോഗ ഓരോ മനുഷ്യന്റെ ഉള്ളിലേക്കും യോഗയുടെ തത്വം, യോഗയുടെ സന്ദേശം എത്തിക്കുവാനുള്ള ഒരു തീരുമാനത്തോടെയാണ് ഈ പരിപാടി എല്ലാ വർഷവും നടത്തുന്നത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. ദേശീയ ബാലതരംഗത്തിന്റെ നേതൃത്വത്തിൽ ഹർത്താലിൽ കുടുങ്ങുന്ന കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. മുൻ MP സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. വലിയേടത്ത് ശശി അനുസ്മരണത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെ നിലനിർത്തിക്കൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങളെ തടയുകയാണ് വേണ്ടതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അഭിപ്രായപ്പെട്ടു. വലിയേടത്ത് ശശി അനുസ്മരണ സമിതി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഹർത്താലിൽ കുരുങ്ങുന്ന കേരളം എന്ന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സരിച്ച് ഹർത്താൽ നടത്തുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹർത്താൽ അവസാനിപ്പിക്കാനാകില്ല. ചില ഘട്ടങ്ങളിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ആവശ്യമായി വരും. എന്നാൽ ഇന്ന് കാണുന്ന പ്രവണത നാട്ടിൽ ഒരു മേൽവിലാസവുമില്ലാത്ത സംഘടനകൾ പോലും ഹർത്താൽ ആഹ്വാനം ചെയ്ത് വിജയിപ്പിക്കുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഹർത്താലിൽ പങ്കെടുക്കണമോ എന്ന കാര്യം ജനങ്ങൾ തീരുമാനിക്കണമെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ജനജീവിതത്തെയും വ്യക്തിയുടെ ആയാലും സമൂഹത്തിന്റെ ആയാലും വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. വലിയേടത്ത് ശശി അനുസ്മരണ സമിതി പ്രസിഡന്റ് ജഗന്മയൻ ചന്ദ്രപുരി അധ്യക്ഷം വഹിച്ചു. SSLCക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം സെബാസ്റ്റ്യൻ പോൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. BJP നേതാവ് PS ശ്രീധരൻപിള്ള, MK പ്രേംനാഥ്, KC അബു, P വാസു, CT ഹമീദ്, ബേപ്പൂർ രാധാകൃഷ്ണൻ, CE ചാക്കുണ്ണി, MV കുഞ്ഞാമു, ജോയ് വളവിൽ, PK കബീർ, ഗിരീഷ് ആംബ്ര, P അനിൽ ബാബു, രമേശ് അമ്പലക്കൊത്ത് എന്നിവർ സംസാരിച്ചു. സർദാർ AV മൊയ്തീൻ കോയ പുരസ്കാരം CK നാണു MLAക്ക് 20 ചൊവ്വാഴ്ച വൈകിട്ട് CSCO ഹാളിൽ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ അവാർഡ് സമർപ്പിക്കും. മത, സാമൂഹിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തന്നെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാകില്ലെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയായിരുന്നു സർദാർ AV മൊയ്തീൻ കോയ. സ്വാതന്ത്ര്യ സമര സേനാനിയും മലബാറിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക നേതാവുമായിരുന്ന സർദാർ AV മൊയ്തീൻ കോയയുടെ നാമധേയത്തിലുള്ള അവാർഡ് ഈ വർഷം CK നാണു MLAക്ക് നൽകും. ജൂൺ 20 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കുറ്റിച്ചിറ CSCO ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും. യോഗ്യനായ ഒരു വ്യക്തിത്വത്തിനാണ് കൊടുക്കുന്നത് എന്നതാണ് CK നാണു. സത്യത്തിൽ പറഞ്ഞാൽ നാണു അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. നാണുവിൻ്റെ പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കോഴിക്കോട് പട്ടണത്തിലായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം വളരെ എല്ലാ മേഖലയിലും തെളിയുന്നുണ്ടായിരുന്നു. മലബാറിലെ വിശേഷിച്ച് കോഴിക്കോട്ടെ മത, സാമൂഹിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തന്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാകില്ലെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിപ്രഭാവമായിരുന്നു പരേതനായ സർദാർ AV മൊയ്തീൻ കോയ എന്ന് സംഘടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
സിനിമയ്ക്ക് ഭാഷ പ്രശ്നമല്ലെന്ന് തമിഴ് സംവിധായകൻ ഭാരതി രാജ. സിനിമയുടെ ഭാഷയെന്നത് ആവിഷ്കാരങ്ങളും വികാരങ്ങളും താളവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതി രാജ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിനിമയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കോഴിക്കോട്ട് വിശദീകരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭാരതി രാജ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിനിമയുടെ കേരളത്തിലെ ഏക ഇൻഫർമേഷൻ സെന്റർ കോഴിക്കോട് പ്രവർത്തനം തുടങ്ങി. വെസ്റ്റ് ഹിൽ കനകാലയ ബാങ്കിന് സമീപത്തെ MTI കോംപ്ലക്സിലാണ് ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഈ വർഷം ആരംഭിക്കുന്ന അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സിലേക്ക് സൗജന്യമായി പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രവേശന പരീക്ഷയുടെ സെന്ററും കോഴിക്കോടുണ്ട്. സിനിമയിൽ താൽപര്യരായ 23 വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ സൗജന്യമായി പഠിക്കാൻ അവസരം. വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. ജൂലൈ 17-നാണ് പ്രവേശന പരീക്ഷ. ജൂലൈ 5-നകം അപേക്ഷിക്കണം. ഒരു വർഷം നീളുന്ന അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സ് തിയറിയേക്കാൾ പ്രാക്ടിക്കലിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് സംവിധായകൻ ഭാരതി രാജയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ KR രാജേഷും പറഞ്ഞു. ഓഗസ്റ്റിൽ ക്ലാസുകൾ ആരംഭിക്കും. ചലച്ചിത്ര പ്രവർത്തകരായ പ്രിയദർശൻ, രാജീവ് മേനോൻ, വൈരമുത്തു, നാനാ പടേക്കർ, സുഹാസിനി എന്നിവരാണ് ഉപദേശക സമിതിയിലുള്ളത്. സൗജന്യമായി വിദ്യാർത്ഥികളെ ചേർക്കുന്ന 23 സീറ്റുകൾ ഒഴിച്ചുള്ള മാനേജ്മെന്റ് സീറ്റുകളുടെ ഫീസ് 2.8 ലക്ഷം രൂപയാണ്. ഇപ്പോഴും ഒരു മലയാള സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഭാരതി രാജ പറഞ്ഞു. എല്ലാവർക്കും യൂണിവേഴ്സലാണ്, എല്ലാ ഭാവങ്ങളും ഫീലിങ്സും ഉണ്ടതാണ്. அதனால சினிமாவில் ஒரு லாங்குவேஜ் தான் இருக்கு. எக்ஸ்பிரஷன், ரிதம், எமோஷன்ஸ், ஈஸ்தி இதெல்லாம் அவங்களுக்கு புகுத்தி கொடுத்து பிரமாதமாக சினிமாங்கிறது இது எல்லாம் இன்னொரு பகுதி இருக்கிறது அழகாக சொல்லிக் கொடுத்து 15 വർഷം മുൻപ് മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ നീക്കം നടന്നിരുന്നുവെങ്കിലും പലവിധ കാരണങ്ങളാൽ നടക്കാതെ പോയി. സിനിമയ്ക്ക് ഭാഷ പ്രശ്നമല്ല. സിനിമയുടെ ഭാഷയെന്നത് ആവിഷ്കാരവും വികാരങ്ങളും താളവുമാണ്. ഹിന്ദിയും തെലുങ്കും അറിയാത്ത താൻ ആ ഭാഷകളിൽ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിൽ കടന്നു വരാതിരിക്കാൻ സംസ്ഥാന സർക്കാരും ഭാഗ്യക്കുറി വകുപ്പും കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള ലോട്ടറി ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പോലീസ് ക്ലബ്ബിൽ ചേർന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പുരുഷോത്തമ ഭാരതി ഉദ്ഘാടനം ചെയ്തു. കേരള ലോട്ടറി ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം CATU സെന്ററിൽ നടന്നു. ഭാഗ്യക്കുറി തൊഴിലാളികൾക്ക് ESI ഏർപ്പെടുത്തുക, ക്ഷേമനിധി ബോർഡ് 2008-ൽ പ്രഖ്യാപിച്ച എല്ലാ ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക, സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ലോട്ടറികളെ GSTയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. കേരള ലോട്ടറി ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പുരുഷോത്തമ ഭാരതി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വരുമ്പോൾ കേരള ഭാഗ്യക്കുറിയിൽ നിന്നും 28% GST കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചാലും അതിൽ നല്ലൊരു ശതമാനം തിരിച്ച് ഇങ്ങോട്ട് തന്നെ കിട്ടും. അതേസമയം മാഫിയ സ്വകാര്യ ലോട്ടറിക്കാരന് അവന്റെ ഏർപ്പാട് ഇവിടെ ലാഭകരമായി നടത്താൻ സാധിക്കത്തുമില്ല. അതുകൊണ്ട് നമ്മളും അംഗീകരിച്ചിരിക്കുന്നത് ലോട്ടറി ടിക്കറ്റിൽ മേൽ 28% GST വേണം എന്ന് തന്നെയാണ് നമ്മളും തീരുമാനിച്ചിരിക്കുന്നത്. അതൊന്നും നമ്മുടെ കച്ചവടത്തെ ബാധിക്കില്ല. ജില്ലാ പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. V ശിവാനന്ദൻ, രാജു പാമ്പാടി, C ശ്രീകുമാർ, P പ്രേമൻ, P അനിൽ ബാബു, ബാലൻ കാട്ടുങ്ങൽ, K ഹരീഷ്, PV ജോസഫ്, ഭരതൻ C, P അബ്ദുറഹിമാൻ, P നൂറുദ്ദീൻ, P ശ്രീദേവൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളികളെ താൽക്കാലിക ജീവനക്കാരെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ ഖരമാലിന്യ ശുചീകരണ വിഭാഗം പ്രക്ഷോഭത്തിൽ. തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. നവകേരള സൃഷ്ടിക്കായി കുട്ടികളോട് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. സ്കൂളുകളിൽ മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചു. സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. ആവശ്യമുന്നയിച്ച് സിവിൽ സ്റ്റേഷൻ മാർച്ച്. റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരണത്തിനെതിരെ 5 ലക്ഷം പേർ ഒപ്പിട്ട ഭീമ ഹർജി. റെയിൽവേ സ്റ്റേഷൻ സമരസമിതി നേതൃത്വത്തിൽ ഒപ്പുശേഖരണം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions.